ഹലോ എവറി വൺ. നമ്മൾ GAMAT 201 മോഡ്യൂൾ 2 വെക്ടർ സ്പേസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക് സ്പാനിങ് സെറ്റ്സ്. സ്പാനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ സ്പേസിൻ്റെ സ്പാനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ്, ആ വെക്ടേഴ്സിനെ ഉപയോഗിച്ച് നമ്മുടെ വെക്ടർ സ്പേസ് വിയിലെ എല്ലാ വെക്ടേഴ്സിനെയും നമുക്ക് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എസ് എന്ന് പറയുന്ന ഒരു സെറ്റ്, ആ സെറ്റിനകത്ത് കുറേ വെക്ടേഴ്സ് ഉണ്ട്, V1 V2 എക്സെട്ര VN എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് സെറ്റ് എടുത്തു. V1 V2 എക്സെട്ര VN എന്ന് പറഞ്ഞ കുറേ വെക്ടേഴ്സിന്റെ ഒരു സെറ്റ് എടുത്തു എസ്. ഈ എസ് എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് വിയെ സ്പാൻ ചെയ്യിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ വിക്കകത്ത് ഏതൊരു വെക്ടർ എടുത്താലും, വിക്കകത്ത് ഏതൊരു വെക്ടർ യു എടുത്താലും there exist scalars C1 C2 etc. Cn such that u equal to C1 V1 plus C2 V2 plus etc. plus Cn Vn. ഓക്കെ, അതായത് നമുക്ക് ഒരു വെക്ടർ സ്പേസ് വി, ആ വിക്കകത്ത് വിയുടെ ഒരു സബ്സെറ്റ് നമ്മൾ എസ് എടുത്തു. എസിനകത്ത് കുറേ വെക്ടേഴ്സ് ഉണ്ട്, V1 V2 എക്സെട്ര VN ഉണ്ട്. ഈ എസ് വെച്ച് വിയെ സ്പാൻ ചെയ്യിക്കണോ, അല്ലെങ്കിൽ എസ് സ്പാൻസ് വി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? വിക്കകത്ത് ഏതൊരു വെക്ടർ എടുത്താലും ആ വെക്ടറിനെ നമുക്ക് ഈ എടുത്ത എസ് എന്നുള്ള സെറ്റിനകത്ത് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം എസ് സ്പാൻസ് വി എന്ന് പറയാം. ഓക്കെ, എസ് സ്പാൻസ് വി. എസ് ഉപയോഗിച്ചിട്ട് എൻ്റയർ വെക്ടർ സ്പേസിന് നമുക്ക് സ്പാൻ ചെയ്തെടുക്കാൻ പറ്റും, ഫോം ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പാൻ എന്താണെന്ന് നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദ വെക്ടേഴ്സ് ഇൻ എസ് ഈസ് കോൾഡ് സ്പാൻ ഓഫ് എസ്, denoted as span of S. സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ വെക്ടേഴ്സിനെ നമുക്ക് പല ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും അല്ലേ? അങ്ങനെ എഴുതാൻ പറ്റുന്ന എല്ലാ സെറ്റുകളുടെ കളക്ഷൻ, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദ വെക്ടേഴ്സ് ഇൻ എസ്. എസ്സിലെ വെക്ടേഴ്സിനെ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷനെ, ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പാൻ. ഡിനോട്ട് ചെയ്യുന്നത് സ്പാൻ ഓഫ് എസ് എന്ന് പറയാം. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എഴുതിയേക്കാണ്. എസ് ഇസ് എ സ്പാനിങ് സെറ്റ് ഫോർ വി ഇഫ് ആൻഡ് ഓൺലി സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി. അപ്പം എസ് എന്ന് പറയുന്ന ഒരു സ്പാനിങ് സെറ്റ് ആവണമെങ്കിൽ, വെക്ടർ സ്പേസ് വിക്ക് ഒരു സ്പാനിങ് സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കണം? വെക്ടർ സ്പേസ് വി ആയിരിക്കണം. അതായത് എസ് ഉപയോഗിച്ച് എൻ്റയർ വെക്ടർ സ്പേസിനെ നമുക്ക് സ്പാൻ ചെയ്തെടുക്കാൻ പറ്റണം. ഫോം ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ എസിനെ നമുക്ക് സ്പാനിങ് സെറ്റ് എന്ന് പറയാം. Then second one പറയുന്നത് the span of any set of vectors in V is always a subspace of V. The span of any set of vectors in V is always a subspace of V. Okay, അപ്പോൾ സബ്സ്പേസ് ഒക്കെ നമുക്ക് പഠിക്കാൻ വരുന്നതേ ഉള്ളൂ. ജസ്റ്റ് പ്രോപ്പർട്ടി ഒന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് സ്പാനിങ് സെറ്റ്സ് ആർ നോട്ട് യുണീക്ക്. അപ്പോൾ സ്പാനിങ് സെറ്റുകൾ എങ്ങനെയല്ല? യുണീക്ക് അല്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ടാകും. Then minimal spanning set is called a basis. നമുക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സ്പാനിങ് സെറ്റ് അല്ലെങ്കിൽ മിനിമം സ്പാനിങ് സെറ്റിനെ വിളിക്കുന്ന പേരാണ് ബേസിസ്. സബ്സ്പേസും ബേസിസും ഒക്കെ നമുക്ക് വരുന്ന സെക്ഷനിൽ പഠിക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷൻ. എസ് എന്നുള്ള സെറ്റിനകത്തെ മെമ്പേഴ്സിനെ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷനെയാണ് നമ്മൾ സ്പാൻ ഓഫ് എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. R3 എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് കൺസിഡർ ചെയ്യാം. R3യിലെ ഒരു നോൺ സീറോ വെക്ടറാണ് യു. ഓക്കെ, യു എന്ന് പറയുന്നത് R3യിലെ ഒരു നോൺ സീറോ വെക്ടറാണ്. അങ്ങനെയെങ്കിൽ ഈ യുവിനെ വെച്ച് സ്പാൻ ചെയ്യിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ യു കൊണ്ട് എഴുതാൻ പറ്റുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യുവിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, അതായത് സ്പാൻ ഓഫ് യു എന്ന് പറയുന്നത് ഈസ് ദ line through the origin O and the end points of U. അതായത് നമ്മളിപ്പോൾ ഒരു R3ക്കകത്തെ ഒരു വെക്ടർ യു കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സ്പാൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് എ ലൈൻ ദാറ്റ് പാസിങ് ത്രൂ ദ ഒറിജിൻ, ഒറിജിനോടെ പാസ് ചെയ്യുന്ന ലൈനാണ്. ആൻഡ് ദ എൻഡ് പോയിന്റ് ഓഫ് ദ വെക്ടർ യു, യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ എൻഡ് പോയിന്റുകളും അതുപോലെ തന്നെ ഒറിജിനിൽ കൂടെയും പാസ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് യു എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഈ ലൈൻ സെഗ്മെന്റിനകത്ത് യുവിന്റെ പല സ്കെയിലാർ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത് അല്ലെ? അപ്പോൾ യുവിന്റെ എത്ര സ്കെയിലാർ മൾട്ടിപ്പിൾസ് ആണോ നമുക്ക് എഴുതാൻ പറ്റുന്നത് അതെല്ലാം ഏതിനകത്ത് വരും? സ്പാൻ ഓഫ് യുവിനകത്ത് വരും. ഓക്കെ, അടുത്തത് R3യിലെ രണ്ട് വെക്ടേഴ്സ് യു വി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. അവ എങ്ങനെയാണ്? they are not the multiples of each other. ഒന്ന് മറ്റേതിന്റെ മൾട്ടിപ്പിൾസ് അല്ല, എല്ലാം രണ്ടും
വെവ്വേറെ വെക്ടേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ സ്പാൻ ഓഫ് യു വി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലെയിൻ ദാറ്റ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആൻഡ് ദ എൻ പോയിന്റ്സ് ഓഫ് യു ആൻഡ് വി. ഇപ്പോൾ യു വി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സിന്റെ എൻ പോയിന്റ് വഴി അതുപോലെ തന്നെ ഇതിന്റെ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും സ്പാൻ ഓഫ് യു വി എന്ന് പറയുന്നത്. അപ്പോൾ സ്പാൻ ഓഫ് യു വി എന്ന് പറയുന്നത് ഇസ് ദ പ്ലെയിൻ ദാറ്റ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ ഓ ആൻഡ് ദ എൻ പോയിന്റ്സ് ഓഫ് യു ആൻഡ് വി. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ വെക്ടർ സ്പേസ് വി ഈക്വൽ ടു R3. R3 തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് വെക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. E1 ഈക്വൽ ടു 1 0 0, E2 ഈക്വൽ ടു 0 1 0, E3 ഈക്വൽ ടു 0 0 1. ദാറ്റ് ഫോംസ് എ സ്പാനിങ് സെറ്റ് ഓഫ് R3 എന്ന് പറഞ്ഞിരിക്കുന്നത്. R3 എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ഒരു സ്പാനിങ് സെറ്റ് ഫോം ചെയ്യുന്നു ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സ്. അതിന്റെ മീനിങ് എന്താ? R3 എന്ന് പറയുന്ന എൻറ്റയർ സ്പേസിനെ നമുക്ക് ഈ മൂന്ന് വെക്ടേഴ്സ് E1 E2 E3 വെച്ചിട്ട് ഫോം ചെയ്ത് എടുക്കാൻ പറ്റും. ഈ മൂന്ന് വെക്ടേഴ്സിനെ ഉപയോഗിച്ച് വി ഈക്വൽ ടു R3 എന്ന് പറയുന്ന ഈ എൻറ്റയർ സ്പേസിൽ ഏതൊരു വെക്ടറിനെയും നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് E1 E2 E3 എന്ന് പറയുന്നത് ഒരു സ്പാനിങ് സെറ്റാണ്. ഇപ്പോൾ സപ്പോസ് ഞാൻ R3യിലെ ഒരു മെമ്പർ എടുക്കുവാണ്. ഒരു എക്സാമ്പിളിന് ജനറൽ ആയിട്ടൊരു മെമ്പർ എടുക്കുവാണ് XYZ. ഓക്കെ, ഒരു വെക്ടറിന് എടുക്കുവാണ് XYZ എന്ന് പറയുന്ന ഒരു വെക്ടർ എലമെന്റ് ഓഫ് വി, അതായത് R3യിലെ ഒരു വെക്ടറാണ്. അപ്പം 3 കോർഡിനേറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ XYZ എന്ന് പറഞ്ഞ ഒരു വെക്ടറിനെ എടുത്തു. അപ്പം മീനിങ് എന്താ പറഞ്ഞത്? ഈ പറയുന്ന E1 E2 E3 എന്ന് പറയുന്ന ഈ 3 വെക്ടേഴ്സ് ഈ R3യെ സ്പാൻ ചെയ്യിക്കുന്നു അല്ലേ? അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഈ R3യുടെ സ്പാനിങ് സെറ്റാന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? R3ക്കകത്ത് ഒരു പർട്ടിക്കുലർ വെക്ടർ എടുത്താൽ ആ വെക്ടറിനെ E1 E2 E3യുടെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതായത് ഈ XYZനെ that is x into some E1 അതായത് 1 0 0 plus y into 0 1 0 plus z into 0 0 1. അപ്പോൾ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 1 0 0 0 1 0 0 0 1 എന്ന് പറയുന്നത് സ്പാനിങ് സെറ്റ് ആണെന്ന് പറയുന്നത്. ശരിയല്ലേ? നോക്കി, ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ വെക്ടർ സ്പേസിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഇതിൽ പ്രോഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് 0 0 എന്ന് വരും. ഇവിടെ രണ്ടാമത്തെ ടേമിൽ 0 y 0 എന്ന് വരും. മൂന്നാമത്തെ ടേമിൽ 0 0 z എന്ന് വരും. വീണ്ടും ഇത് ആഡ് ചെയ്താൽ കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക. സോ എക്സ് പ്ലസ് 0 പ്ലസ് 0 അതായത് എക്സ് തന്നെ വരും. 0 പ്ലസ് വൈ പ്ലസ് 0 വൈ തന്നെ വരും. 0 പ്ലസ് 0 പ്ലസ് z വരും. സോ XYZ നമ്മൾ ഈ വെക്ടേഴ്സ് ഉപയോഗിച്ച്, അതായത് 1 0 0 0 1 0 0 0 1 എന്ന് ഉപയോഗിച്ചിട്ട് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി നമുക്ക് അല്ലേ? അപ്പോൾ XYZ നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് E1 E2 E3 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പാനിങ് സെറ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ കേസാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. ഇതുപോലെ നമുക്ക് ഏതൊരു വെക്ടർ എടുത്താലും ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് E1 E2 E3യെ R3യുടെ ഒരു സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കാം. The set of vectors W1 equal to 1 1 1, W2 equal to 1 1 0, W3 equal to 1 0 0 forms a spanning set of R3. R3യുടെ സ്പാനിങ് സെറ്റ് ഫോം ചെയ്യുന്നു. മീനിങ് എന്താ? R3യിലെ ഏതൊരു വെക്ടർ എടുത്താലും ഈ W1 W2 W3 വെച്ചിട്ട് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ W1 W2 W3 ഉപയോഗിച്ച് R3യിലെ ഏതൊരു എലമെന്റിനെ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു വെക്ടറിനെ എടുത്താലും നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജനറൽ ആയിട്ട് നമുക്കൊരു XYZ എടുക്കുകയാണെങ്കിൽ ഒരു വെക്ടർ മുമ്പത്തെ പോലെ തന്നെ ഒരു XYZ എന്നൊരു വെക്ടർ എടുക്കുവാണ് എലമെന്റ് ഓഫ് R3യിലെ ഒരു വെക്ടറിനെ എടുത്തു. അങ്ങനെയെങ്കിൽ ഈ XYZനെ ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. നോക്കാം, XYZ ഇതിനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത്. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ മീനിങ് എന്തായിരുന്നു? നമുക്ക് അതിന് ഭാഗത്തിനുള്ള ഇവിടെ കോൺസ്റ്റൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ, ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് ആ വെക്ടേഴ്സിന്റെ കൂടെ പ്രോഡക്റ്റ് ചെയ്യാൻ പാകത്തിന് ഇങ്ങനെ കോൺസ്റ്റന്റ് വാല്യൂസ്, സ്കെയിലർ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സം z into W1, okay, z into W1 plus y minus z into W2 plus x minus y into W3.
ഓക്കെ, ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ XYZ എന്നുള്ള ഒരു പർട്ടിക്കുലർ വെക്ടർ എടുത്തപ്പോൾ ആർബിട്രറി നമ്മൾ ചൂസ് ചെയ്ത വെക്ടറാണ് XYZ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു വെക്ടർ എടുത്തപ്പോൾ അതിന് ഇതുപോലെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തു നോക്കാം. Z ഇൻറ്റു W1 എന്ന് പറയുന്നത് 1 1 1 ആണ്. ദെൻ Y മൈനസ് Z എന്ന് പറയുന്നത് എഴുതി. ദെൻ W2 എന്ന് പറഞ്ഞാൽ 1 1 0 ആണ്. ദെൻ X മൈനസ് Y ഇൻറ്റു W3 എന്ന് പറയുന്നത് 1 0 0 ആണ്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ, സിംപ്ലിഫൈ ചെയ്താൽ Z പ്ലസ് Y മൈനസ് Z ഇൻറ്റു 1 0 എന്നാണ്. അപ്പോൾ y minus z 0 പ്ലസ് ഇവിടെ പ്രോഡക്റ്റ് ചെയ്താൽ x മൈനസ് y 0 0. കറസ്പോണ്ടിങ് ടേംസ് നമ്മൾ ആഡ് ചെയ്താൽ z പ്ലസ് y മൈനസ് z പ്ലസ് x മൈനസ് y. ഓക്കെ, ഫസ്റ്റ് ടേം എല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ z ഇവിടെ ഉണ്ട്, മൈനസ് z പ്ലസ് y മൈനസ് z പ്ലസ് x മൈനസ് y. സെക്കൻഡ് ടേം z plus y minus z plus 0. Third term z plus 0 plus 0. That is, ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ z മൈനസ് z ക്യാൻസൽസ്, y മൈനസ് y ക്യാൻസൽസ്, ദെൻ x റിമൈൻ ചെയ്യുന്നു. ദെൻ z മൈനസ് z ക്യാൻസൽസ്, y പ്ലസ് 0 y വരും, z പ്ലസ് 0 z വരും. ഓക്കെ, XYZ എന്നുള്ള നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ട് എടുത്ത ഒരു വെക്ടറിനെ നമുക്ക് ഏത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? ലാസ്റ്റ് XYZ എന്ന് തന്നെ വന്നിരുന്നു സിംപ്ലിഫൈ ചെയ്തപ്പോൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഈ XYZ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി അല്ലേ? അപ്പോൾ ഈ പറയുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സിനെ നമുക്ക് സ്പാനിങ് സെറ്റ് ആണെന്ന് പറയാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് u1 equal to 1 2 3, u2 equal to 1 3 5, u3 equal to 1 5 9 that do not span R3. അപ്പോൾ ഏതൊരു വെക്ടർ വന്നാലും സ്പാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് R3യെ സ്പാൻ ചെയ്തെടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ 3 വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ ഏതെങ്കിലും ഒരു വെക്ടർ R3 എടുത്താൽ ഈ പറഞ്ഞ വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഒരു R3യെ ഫോം ചെയ്യിക്കുന്നില്ല, അല്ലെങ്കിൽ സ്പാൻ ചെയ്യുന്നില്ല. ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് R3യെ സ്പാൻ ചെയ്യിക്കുന്നില്ല എന്ന് പറയാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ഇത് സ്പാൻ ചെയ്യിക്കില്ല എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു സ്കെയിലേഴ്സ് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായത് എങ്ങനെയാണ്? ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ നമ്മൾ കോളം വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ ഒരു മെട്രിക്സ് ഫോം ചെയ്യും. ആ മെട്രിക്സിനെ റോ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിക്കാൻ നോക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ വെക്ടേഴ്സിനെ നമ്മൾ കോളമായിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് നമ്മൾ റോ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. റോ എക്ലോൺ ഫോം എന്തായിരുന്നു? ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. പിന്നെ ഡയഗണൽ എലമെന്റ്സിനെ എല്ലാത്തിലേക്കും താഴത്തേക്ക് 0 ആക്കി മാറ്റണം. ഇവിടെ നമുക്ക് 2നെ 0 ആക്കണം, 3നെ 0 ആക്കണം, 5നെയും 0 ആക്കണം അല്ലേ? ഇതാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് താഴെയുള്ള ഭാഗത്തുള്ള വാല്യൂസ് 0 ആക്കി മാറ്റണം. നമുക്ക് എന്ത് ഓപ്പറേഷൻ കൊടുത്താൽ 0 ആക്കി മാറ്റാൻ നോക്കിയേ. അപ്പോൾ ആദ്യത്തെ റോ 1 1 1 തന്നെ 2 3 5 എന്നുള്ള അടുത്ത റോയിൽ നമുക്ക് 2നെയാണ് 0 ആക്കി മാറ്റേണ്ടത്. റോ 1 ഉപയോഗിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ R2 ഇംപ്ലൈസ് R2 മൈനസ് 2R1 ഇത് കൊടുത്താൽ പോരെ? അപ്പോൾ ഇത് 0 ആയി. ദെൻ 3 മൈനസ് 2, 3 മൈനസ് 2 ഈസ് 1. ദെൻ 5 മൈനസ് 2 ഈസ് 3. ഓക്കെ, അടുത്ത റോയിൽ R3യെ നമുക്ക് 0 ആക്കി മാറ്റണം. സോ R3 ഇംപ്ലൈസ് R3 മൈനസ് 3R1 കൊടുക്കണം അല്ലേ? എന്നാലാണ് ഈ 3 0 ആയി പോകും. അപ്പോൾ 3 മൈനസ് 3 0 ഇവിടെ വന്നു. ദെൻ ഈ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതേ ഓപ്പറേഷൻ കൊടുത്താൽ 5 മൈനസ് 3 വരും അല്ലേ? 5 മൈനസ് 3 ഈസ് 2. ദെൻ 9 മൈനസ് 3, 9 മൈനസ് 3 ഈസ് 6. 9 മൈനസ് 3 ഈസ് 6. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഇതിലെ റോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 താഴത്തേക്ക് 0 ആയി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഉണ്ട്, അതിന് താഴത്തേക്ക് 2 ആണ് വന്നിട്ടുണ്ട്. 2നെ നമുക്ക് 0 ആക്കി മാറ്റണം. അതാണ് നമ്മുടെ സ്റ്റെപ്പ്. പക്ഷെ അതിന് മുമ്പ് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ 1 3 ആണ് ഇവിടുത്തെ 0 1 3 എന്ന് പറയുന്നതാണ് സെക്കൻഡ് റോ. അതേ റോയുടെ തന്നെ മൾട്ടിപ്പിൾസ് അല്ലേ തേർഡ് റോ എന്ന് പറഞ്ഞത്? അതായത് 0 2 3 എന്ന് പറയുന്ന മൂന്നാമത്തെ റോ എന്ന് പറയുന്നത് രണ്ടാമത്തെ റോയിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റോയെ
സെക്കൻഡ് റോയെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് തേർഡ് റോ കിട്ടും. അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ R3യെ ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം റോ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ ഞാൻ R3 ഇംപ്ലൈസ് R3 ഡിവൈഡ് ബൈ 2 ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കൊടുത്താൽ 1 1 1 0 1 3 0 1 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ സെയിം റോ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണം. അതായത് നമുക്കിതിൽ നിന്ന് 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സിനെ കിട്ടിയാലേ തന്നിരിക്കുന്ന വെക്ടേഴ്സ് ഈ R3യെ സ്പാൻ ചെയ്യിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് കിട്ടില്ല. 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് മാത്രമേ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് റോസ് മാത്രമേ നമുക്കിവിടെ ഉണ്ടാവുള്ളൂ. ഞാൻ അടുത്തൊരു ഓപ്പറേഷൻ കൊടുക്കുകയാണ്. R3 ഇംപ്ലൈസ് R3 മൈനസ് R2 ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കൊടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 1 1 1 0 1 3. ഞാൻ R3ന്ന് R2 സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 0 വരും, 1 മൈനസ് 1 0 വരും, 3 മൈനസ് 3 0 വരും. അപ്പോൾ എനിക്കൊരു റോ മൊത്തം എന്തായിപ്പോയി, 0 ആയിപ്പോയി. ബാക്കി 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റോസ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ 2 ഇൻഡിപെൻഡൻറ്റ് റോസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. എൻ്റെ R3യെ നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റില്ല. 3 ഇൻഡിപെൻഡൻറ്റ് റോസ് കിട്ടുവാണെങ്കിൽ മാത്രമേ R3 സ്പാൻ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ 3 ഇൻഡിപെൻഡൻറ്റ് റോസ് നമുക്ക് വേണമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് റോസേ കിട്ടുള്ളൂ. മൂന്നാമത്തെ റോ എൻ്റെ 0 ആയിപ്പോയി. അതുകൊണ്ട് ഇതിനെ സ്പാൻ ചെയ്യിക്കാൻ പറ്റില്ല. അതായത് ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ ഉപയോഗിച്ച് U1 U2 U3 ഈ 3 വെക്ടേഴ്സിനെ ഉപയോഗിച്ച് എൻ്റെ R3യെ നമുക്ക് സ്പാൻ ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ.